അപ്പൊ എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ 160 റാങ്ക് സ്വന്തമാക്കിയ കവിതയാണ്. അപ്പൊ കവിത, വെൽക്കം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ 160 റാങ്ക്. അപ്പൊ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്തോ, അത് വന്നതിന് ശേഷമാണ് പ്രിപ്പയർ ചെയ്തത്? എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? എങ്ങനെയായിരുന്നു? നോട്ടിഫിക്കേഷൻ 2024 ഡിസംബറിൽ വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു CSIR NIST പ്രൊജക്ട് അസോസിയേറ്റ്, ടെമ്പററി പോസ്റ്റ് ആണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 2-3 മാസം മുന്നേ റിസൈൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതിന് ഫുൾ ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കാൻ ഇറങ്ങിയ ആളാണ്. അതെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിന് വേണ്ടിയിട്ട് റിസൈൻ ചെയ്തു. ഡ്രീം ജോബ് ആയിരുന്നു. എൻ്റെ ഒരു ഡ്രീം ജോബാണ്, ഒരു ഡിഗ്രി ലെവൽ ജോബ്. അത് ഇങ്ങനെ ഒരു ഗവേണൻസിന്റെ ഒരു മേജർ പാർട്ടായിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടണമെന്ന് വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ജോബ് റിസൈൻ ചെയ്തതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ? ഏതൊക്കെ രീതിയിലായിരുന്നു? എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ടും ആ ഒരു പ്രിപ്പറേഷനിൽ? ഓഫ്ലൈൻ ക്ലാസ്സസിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിന്റെ കൂടെ സെൽഫ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ PYQ ബേസ്ഡ് ആയിട്ട് ആണ് റിവിഷൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു 2 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ റിവിഷൻ ചെയ്തിരുന്നത്. കാരണം വീട്ടിലും കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്, മോളുണ്ട്, ഒരു 5 വയസ്സുള്ള മോളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോഴേ റിവിഷൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 വീക്സ് കൂടുമ്പോൾ റിവിഷൻ മസ്റ്റ് ആണ്. അപ്പോൾ ഒരു മോഡൽ എക്സാം എഴുതും, അതിന്റെ കൂടെ തന്നെ PYQ വെച്ചിട്ട് കവർ ചെയ്ത പോർഷൻസ് റിവൈസ് ചെയ്ത് പോകും. അങ്ങനെ ചെയ്തിരുന്നു. വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞു. വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നോ ഈ ഒരു ജേർണിയിൽ? തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് അവരോടാണ്. എന്നെ പഠിപ്പിച്ചിത്രയൊക്കെ എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ എന്നെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും, അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചത്. ഹസ്ബൻഡ് അച്ഛനും അമ്മയും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അവരോടൊക്കെ നന്ദി പറയണം ഈ ഒരു സമയത്ത്. അപ്പൊ കിട്ടുന്ന ടൈമൊക്കെ പഠിക്കുമായിരുന്നു? പഠിക്കാൻ ഇപ്പൊ ഏതൊരു ടൈം ഇങ്ങനെ ഈ ഒരു ടൈമിൽ പഠിക്കണം, അല്ലെങ്കിൽ രാത്രി പഠിക്കണം, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു? കിട്ടുന്ന ടൈമൊക്കെ പഠിക്കുമായിരുന്നു? അങ്ങനെ ഇന്ന സമയം ഇത്ര മണിക്കൂർ ഡെയിലി പഠിക്കുക എന്ന് പറയുന്നത് അല്ല, എല്ലാവരും ചോദിക്കുന്നതാണ് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി എത്ര മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒന്നുണ്ടോ? അത് ഡിപ്പെൻസ്, ഓരോ ആളുടെ സാഹചര്യം അനുസരിച്ചിട്ട് മാറും. അപ്പൊ എനിക്കങ്ങനെ എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ കൃത്യം പഠിക്കാൻ, ചിലപ്പോൾ ഒരു മണിക്കൂർ പോലും പഠിക്കാൻ കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കവർ ചെയ്ത് അടുത്ത ടൈം കിട്ടുന്ന സമയത്ത് രാത്രി കുറച്ച് ഉറക്കം വരുന്നവരെ ഒരു 12 മണി വരെയൊക്കെ ഇരിക്കും. രാവിലെ അതേപോലെ ഒരു 5:30 എണീക്കും. അങ്ങനെ അത്ര ഒരു ടൈമാണ് കൂടുതലും പഠിക്കാൻ. പിന്നെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. ക്ലാസ്സസ് ഇല്ലാത്ത സമയത്ത് മോള് സ്കൂളിൽ പോകുന്ന ടൈം ആണെങ്കിൽ മാക്സിമം ആ ടൈം പഠിക്കും. അങ്ങനെയായിരുന്നു. ഇതിന് മുന്നേ ഏതെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ? പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ മെയിൻസ് ആദ്യമായിട്ടാണ് അത് ക്ലിയർ ചെയ്യുന്നത്. പ്രിലിംസ് ഏതിന്റെ എക്സാം ക്ലിയർ ചെയ്ത? മുന്നേ ഡിഗ്രി ലെവലും 10th ലെവൽ പ്രിലിംസ് എല്ലാം LDC കഴിഞ്ഞ LDCക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കുറച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അത് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെയാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ അത് അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. എനിക്ക് കട്ട് ഓഫിന്റെ അടുത്തെത്താനേ സാധിച്ചുള്ളൂ, കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് റിസ്ക് എടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ് റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് വന്നത്. റിവിഷൻ ഒക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ്? ഒരാഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെക്കുകയാണോ? അതെങ്ങനെയായിരുന്നു റിവിഷൻ ചെയ്തിരുന്നത്? എങ്ങനെയാണ്? 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു 2 ഡേയ്സ് സാറ്റർഡേ സൺഡേ ഫുൾ ആയിട്ട് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാ വീക്കും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു. 2 ദിവസം മാറ്റി വെക്കുമല്ലോ? അതെ, അങ്ങനെയായിരുന്നു. എല്ലാ പഠിച്ച ടോപ്പിക്സ് മുഴുവൻ ആ 2 ദിവസം റിവൈസ് ചെയ്യും. ക്ലാസ്സിന് പോകാത്ത ടൈം ആണെങ്കിൽ ആ ഒരു ഹാഫ് ഡേ റിവിഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യും. അത് കിട്ടുന്ന സാഹചര്യം അനുസരിച്ചിട്ട് മാറും. ഇങ്ങനെ കൃത്യം ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയി ആ ഒരു ജേർണിയിൽ? ഞാൻ സൂപ്പർ നോട്ട്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഇന്റർവ്യൂവിന്റെ ടൈമിലാണ്. പക്ഷെ എന്റെ ആദ്യത്തെ മോക്ക് ഇന്റർവ്യൂ ആയിരുന്നു സൂപ്പർ നോട്ട്സിന്റെ. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഈ 3 ഫേസിലും പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, എനിക്ക് ഏറ്റവും ടെൻഷൻ ഉള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആയിരുന്നു. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ, അവരെന്തൊക്കെ ചോദിക്കും, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം, ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നത് സൂപ്പർ നോട്ടിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ്. വളരെ നല്ല കോർഡിയൽ ആയിട്ടുള്ള ഒരു പാനലായിരുന്നു. അതേപോലെ ഒരു ഫ്രണ്ട്ലി പാനലായിരുന്നു എനിക്ക് PSCക്കും ഉണ്ടായിരുന്നത്. ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു അന്ന് എനിക്ക് കിട്ടിയത്. അത് തന്നെ. അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റും, എനിക്ക് മാക്സിമം മാർക്ക്, എനിക്ക് ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് കിട്ടി. അതിലൊരു പങ്ക് തീർച്ചയായിട്ടും സൂപ്പർ നോട്ട്സിനുണ്ട്.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ഫിലിംസിന്റെ ഒക്കെ പരീക്ഷ നടക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ഒരുപാട് സ്റ്റുഡൻസ്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും റിവിഷന് മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുക. PYക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നത് PYക്ക് ബേസ്ഡ് ആയിട്ട് റിവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഒരു എക്സാമിൽ ഒരു 70% എങ്കിലും നമുക്ക് PYക്ക് ബേസ്ഡ് ആയിട്ട്, PYക്ക് അങ്ങനെ ചോദിക്കുന്നല്ല, PYക്ക് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിവിഷനിൽ PYQs ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും അത് ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ എല്ലാ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ട് എക്സാമിന് പോകുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് മാക്സിമം ടൈം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.